ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് സ്വലാത്ത് അലൻ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായിക്കൊണ്ട് സ്വലാത്ത് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തുടങ്ങി ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലെങ്കിൽ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുസ്നുൽ ഖുലുഖ്, നന്നായി പെരുമാറാൻ പഠിക്കുക. ത്വലാഖുൽ വജ്ഹ്, മുഖപ്രസന്നതയോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. മൂന്നാമതായിക്കൊണ്ട് ബിർറുൽ വാലിദൈൻ, എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കുക, അവരോട് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക, അവർക്ക് നല്ല രീതിയിൽ അവർക്കുള്ള സഹവാസം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത്. നാലാമതായിക്കൊണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ ദിക്റിലായിക്കൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുകയും അതിനുശേഷം സ്വലാത്തുൽ ദുഹ നിസ്കരിച്ചുകൊണ്ട് അവിടുന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഹജ്ജിനും ഒരു പൂർണ്ണ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണ് എന്ന് ഓർത്തു വെക്കുക. അഞ്ചാമതായിക്കൊണ്ടും അവസാനമായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. അഫ്ളലുൽ